വെച്ചാല് ഇവിടെയുള്ള സ്ത്രീകളൊക്കെ അല്ലേ രാവിലെ എണ്ണിച്ച ഉടനെ വയ്ക്കുന്ന സാധനമാണ് ഒരു പൂ മേടിച്ച്. ഗുഡ് മോർണിംഗ് ഗൈസ്. അതെ, ഞാൻ രാമേശ്വരത്താണ്. അപ്പം നമുക്ക് രാമേശ്വരം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നുണ്ടോ? രാമേശ്വരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ അബ്ദുൽ കലാം സാർ തന്നെയാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ രാമേശ്വരത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് രാമനാഥപുരം ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ രാമനാഥപുരം ക്ഷേത്രത്തിനകത്തോട്ട് കയറി. പക്ഷേ ഇവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ല. വലിയൊരു അമ്പലമാണ്, കാണേണ്ട ഒരു അമ്പലം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാമേശ്വരത്തെ രാമനാഥപുരം ക്ഷേത്രമൊക്കെ കണ്ടിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ അബ്ദുൽ കലാം സാറിൻ്റെ വീടും പിന്നെ അബ്ദുൽ കലാം സാറിൻ്റെ സ്മാരകമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ അമ്പലത്തിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ 21 കിണറുകളുണ്ട്. ഈ 22 കിണറുകളിലെ വെള്ളം നമ്മളെ ഓരോ കിണറിലായിട്ട് നമ്മൾ തലയിലോട്ട് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഫുള്ള് എന്നുവെച്ചാൽ ഓരോ കിണർ ഓരോ സ്ഥലത്തായിട്ട് ആ സ്ഥലത്ത് ഫുള്ള് നമ്മൾ ആ കിണറിൻ്റെ ഇത്ര കിണറുണ്ടെങ്കിൽ ആ എത്ര കിണറ്റിലെയും വെള്ളം നമ്മൾ തലയിൽ ഒഴിച്ചിട്ട് ശേഷമാണ് അമ്പലത്തിൽ തൊഴുന്നത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തീർത്ഥമുണ്ട്. അവിടെ പോയിട്ട് അവിടെ നിന്ന് കടലിൽ കുളിച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ എത്തുന്നത്. ഈ അമ്പലം ഞാനൊന്ന് കാണിച്ചു തരാം. പക്ഷെ നമുക്ക് അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വെളിയിൽ നിന്ന് മാത്രമേ ഈ അമ്പലം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ രാമേശ്വരത്ത് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് രാമനാഥ സ്വാമി ക്ഷേത്രം. ശ്രീരാമൻ ഇവിടെ വെച്ച് രാമരാവണ യുദ്ധത്തിൽ താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ പാപങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ശിവനോട് പ്രാർത്ഥിച്ചു എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭൂരിഭാഗം ജനങ്ങളും അഗ്നിതീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷമാണ് ശിവദർശനം നടത്തുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ശിവക്ഷേത്രമാണ് രാമനാഥസ്വാമി ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴികളുടെ പേരിലും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. സോ ഇനി നമ്മൾ പോകാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ സ്വന്തം അബ്ദുൽ കലാം സാറിൻ്റെ വീടൊക്കെ ഒന്ന് കാണാനാണ്. വീടും അതുപോലെ തന്നെ പുള്ളിയുടെ സ്മാരകമൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഇനി അടുത്ത് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. അതായത് ഇവിടുന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രാമനാഥപുരം ക്ഷേത്രമല്ല. ഈ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ അബ്ദുൽ കലാം സാറിൻ്റെ വീട്. പിന്നെ സ്മാരകം ഇവിടുന്ന് ബസ്സിൽ പോകണം. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. ബസ്സിൽ പോയാൽ നമുക്ക് സ്മാരകത്തോട്ടതാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ കുറച്ച് നടന്നാൽ മതി. വീട് ഞാൻ കാണിച്ചത്. സോ ഞാൻ റൂമിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലായിരുന്നു റൂമെന്ന് വെച്ചാൽ ഒരു തറ റൂമാട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂം കിട്ടത്തില്ല. അതിവിടെ ഇല്ലീഗലാണ് ഒറ്റയ്ക്കുള്ള ഒരാൾക്ക്. എന്താ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. ഒറ്റയ്ക്ക് വന്നാൽ ഇവിടെ റൂം കിട്ടത്തില്ല. സോ അതൊരു പുതിയ അറിവാണ്. ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ തന്നെ കേൾക്കുന്നത്. എന്തായാലും നമ്മളെ അബ്ദുൽ കലാം സാറിൻ്റെ വീടിൻ്റെ അടുത്തെത്തി. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഇവിടെ ഒരമ്മ ഉണ്ടോ? അമ്മ പൂ വയ്ക്കുക കേട്ടോ. എന്താ ഇതെന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്ത്രീകളൊക്കെ അല്ലേ രാവിലെ എണ്ണിച്ച ഉടനെ വയ്ക്കുന്ന സാധനമാണ് ഒരു പൂ മേടിച്ച് പൂവെടുത്ത് എല്ലാവരും തലയിലും പൂവാണ്. നമ്മളവിടെ വല്ല ഫംഗ്ഷനൊക്കെ അല്ലേ. ഇവിടെ അങ്ങനെയല്ല. എല്ലാ ടൈമിലും ഇവിടെ എല്ലാവരും തലയിൽ ഇഷ്ടം പോലെ പൂവാണ്. അതേപോലെ ഇതെന്താ ഇത് പേര്? ഇതിന്റെ പേര് പനംകിഴങ്ങ്. ഇത് പേര്
ഇത് സാപ്പിട്ട ഉടമ്പൊക്കെ നല്ല പേരെന്നാ തന്നെ പനങ്കിഴങ്ങ്. ഇതിന്റെ പേര് പനങ്കിഴങ്ങാണ്. ഇത് ചുട്ട് കഴിക്കുന്ന സാധനമാണ്. ഇത് വർഷത്തില് ഒരു വട്ടം സീസണിൽ മാത്രമേ ഇത് തരത്തുള്ളൂ. ഓക്കെ, ഇത് നമ്മളെ രാമേശ്വരം നമ്മളെ അബ്ദുൽ കലാം സാറിന്റെ വീടിന്റെ തൊട്ടടുത്താണ് അമ്മ ഇരിക്കുന്നത്. പേര് അമ്മയുടെ ബാലാമണി അമ്മ കേട്ടോ. ശരി പോട്ടെ, ഓക്കെ. അപ്പോൾ ബാലാമണി അമ്മയുടെ പൂക്കടയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവരവരെ ജീവിതത്തിനുള്ള വകുപ്പൊക്കെ അവർ ഇവിടെ തന്നെ ചെറിയ എല്ലാവർക്കും ചെറിയ ചെറിയ ബിസിനസ്സുകളാണ് ഇവിടെ തന്നെ. അതാണ് ഇവിടുത്തെ ഇവരൊരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്കുള്ള എൻട്രൻസ് ആയി. ഡോക്ടർ APJ അബ്ദുൽ കലാം ഹൗസ്. സോ ഇതിലേക്കൂടെ നടന്നാണ് അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഇത്രയും വലിയൊരു മഹാനായ വ്യക്തിയൊക്കെ നടന്നു വളർന്ന ഒരു സ്ഥലമാണിത്. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫേവററ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ അബ്ദുൽ കലാം സാർ. സോ പുള്ളിയുടെ വീട് ഈ ഒരു സ്ട്രീറ്റിലാണ്. രാമേശ്വരം അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അബ്ദുൽ കലാം സാറിൻ്റെ വീട്. അബ്ദുൽ കലാം സാറ് വിങ്സ് ഓഫ് ഫയറിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അമ്പലവും പള്ളിയൊക്കെ ആയിട്ടുള്ള ഈ ഒരു നാടിൻ്റെ പ്രത്യേകതകളൊക്കെ. എന്തായാലും നമുക്ക് ആ വീടിനകത്തോട്ട് കയറാൻ ഒക്കത്തില്ല, വെളിയിൽ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. അബ്ദുൽ കലാം സാറിൻ്റെ വീടിനകത്ത് മേളിലൊക്കെ കയറി. അവിടെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള കാഴ്ച എന്ന് വെച്ചാൽ അബ്ദുൽ കലാം സാറിൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പക്ഷേ ഏറ്റവും ബാഡായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു മഹാനായ ഒരു വ്യക്തിയെ സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ ഒരു ബിസിനസ്സാക്കി മാറ്റി. കാരണം എന്ന് വെച്ചാൽ ആ വീടിൻ്റെ മേളിൽ കുറേ മാലയും വളയും ഒക്കെ വിൽക്കുന്ന കടയാണ്. അതൊരിക്കലും അത് ചെയ്യരുതായിരുന്നു എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേളിൽ എന്തിനാണ് ഇവർ മാലയും വളയൊക്കെ വിൽക്കുന്നത്? അത് ഭയങ്കര മോശമായിപ്പോയി. ഇവിടെ വന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവമായിരുന്നു. ഇത്രയും നല്ലൊരു വ്യക്തിയെ ഇറസ്പെക്റ്റ് ചെയ്യുന്ന പോലെ ആയിപ്പോയി ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് വളരെ മോശമായിപ്പോയി. എന്തായാലും ഇനി ഇവിടുന്ന് അബ്ദുൽ കലാം സാറിൻ്റെ സ്മാരകത്തിലോട്ടാണ് പോകുന്നത്. അത് ഇവിടുന്ന് ഇനിയൊരു 4 കിലോമീറ്റർ വിളിച്ച ഒരു ബസ്സിൽ പോകണം. ഇനി അവിടെ വെച്ച് കാണാം. സോ ഇതാണ് അബ്ദുൽ കലാം സാറിൻ്റെ സ്മാരകം എന്ന് പറയുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം നാഷണൽ മെമ്മോറിയലാണിത്. അപ്പം ഇതിനകത്തും നമുക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. ഇതിനകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പോയിട്ട് വന്നിട്ട് ഇതിനകത്തുള്ള എന്തൊക്കെയാണെന്ന് പറയാം. ക്യാമറ പെർമിറ്റബിൾ അല്ല ഇവിടെ. നല്ല വലിയ രീതിയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. നല്ല അടിപൊളി കൺസ്ട്രക്ഷനാണ്. സോ ഗൈസ്, അങ്ങനെ ഞാൻ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയലൊക്കെ കയറി കേട്ടോ. ഇപ്പോൾ മെമ്മോറിയൽ കയറിയപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ ഞാൻ പറയാം, ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇവിടെ നാഷണൽ മെമ്മോറിയലിൽ കയറിയപ്പോഴുള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് കയറുമ്പോഴുള്ള കാഴ്ചകളെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ഓരോ സ്റ്റേജസിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു സാധാരണ, അതായത് ഈ ഒരു കൊച്ചൊരു ദ്വീപിൽ നിന്നും അദ്ദേഹം ഇത്രയും വലിയൊരു വ്യക്തി ആയതിന് പിന്നിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഫോട്ടോ ഗാലറി തന്നെ അതിനകത്ത് കാണാം. അതുപോലെ അതിനകത്ത് കയറുമ്പം ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. കാരണം ഇത് ക്യാമറയിൽ കാണേണ്ട ഒരു സ്ഥലമല്ല, ഒരിക്കലും ക്യാമറയിൽ കാണേണ്ട ഒരു സ്ഥലമല്ല അബ്ദുൽ കലാമിൻ്റെ ഈ ഒരു മെമ്മോറിയൽ. ഇവിടെ നമ്മൾ വന്ന് കാണേണ്ട, എല്ലാവരും വന്ന് കാണേണ്ട ഒരു പ്രത്യേക ഒരു ഫീലാണ് അതിനകത്ത് കയറുമ്പം. അബ്ദുൽ കലാം സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇവിടെ വന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ ഉള്ള ഒരു കാഴ്ച എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഒരുപാട് മെമ്മറീസുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് മെഴുക് കൊണ്ടുള്ള പ്രതിമകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രതിമകളൊക്കെ ഇപ്പോഴും ജീവനുള്ള പോലെയാണ് അതിനകത്ത് കാണുമ്പോൾ. നമുക്ക് ലൈവായിട്ടാണത് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ 2015 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ 2015 അദ്ദേഹം ഷില്ലോങ്ങിൽ വെച്ച് മരിക്കുമ്പോൾ ഇവിടുന്ന് ഷില്ലോങ്ങിലോട്ട് കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ തിങ്സൊക്കെയാണ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തിങ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് ആ രീതിയിലുള്ള സാധനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഷൂസ്, ഒരു ലെനോവയുടെ ഒരു സാധാ ഒരു ലാപ്ടോപ്പ്, അതുപോലെ
അദ്ദേഹത്തിന് കുറച്ച് അദ്ദേഹത്തൊക്കെ എഴുതി വെച്ചത് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. കുറച്ച് അദ്ദേഹത്തിൻ്റെ കുറേ പേപ്പർ നോട്ട്സുകളൊക്കെ കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അതിനകത്ത് കണ്ടത് ഒരു നോബിൾ പർപ്പസ് എന്ന് പറഞ്ഞൊരു പുസ്തകം അവിടെ അദ്ദേഹം കൊണ്ടുപോയതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പുസ്തകം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് തോന്നി. കാരണം അവസാനമായിട്ട് അദ്ദേഹം വായിച്ച ഒരു പുസ്തകമാണ്. അതിന് പേര് നോബിൾ പർപ്പസ്. അപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ. അതുപോലെ അദ്ദേഹത്തിന് അടക്കിയൊരു മണ്ണും നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്തോ ഇവിടെ വന്നപ്പോൾ അബ്ദുൽ കലാം സാറിൻ്റെ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അത് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വിഷമം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അങ്ങനെ രാമേശ്വരത്ത് നിന്ന് ഞാൻ പോവാണ്, ഇവിടെ പറയുകയാണ്. ഇപ്പോൾ രാമേശ്വരം എന്ന് പറയുമ്പോൾ തന്നെ അബ്ദുൽ കലാം സാർ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന നല്ലൊരു റെസ്പെക്റ്റ് തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ നാഷണൽ മെമ്മോറിയൽ പണിഞ്ഞിരിക്കുന്നത്. എനിവേ എൻ്റെ യാത്ര എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള യാത്രയാണ്, വളരെ ചിലവ് കുറച്ചുള്ള യാത്രയാണ് മാക്സിമം ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് ആപ്പാടെ എനിക്ക് ഒരു 1800 രൂപയോളം ആയിട്ടുള്ളൂ. പക്ഷേ ഈ 1800 രൂപ നമുക്ക് ചിലവായാലും അത്രയും ചിലവായിട്ടുള്ളൂ. 1800 രൂപ ചിലവിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉള്ളതും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ തന്നെ രാത്രിയൊക്കെ ഇവിടുത്തെ കുറേ ലോക്കൽ ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ നല്ല കമ്പനിയൊക്കെ ആയിരുന്നു. അവരുടെ വീട്ടിലൊക്കെ പോയായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ ഉൾപ്പെടുത്തില്ല. രാത്രി ആയതുകൊണ്ട് ക്യാമറയിൽ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, നല്ല ഇരുട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസുകൾ എനിക്ക് ഈ യാത്രയിലൂടെ കിട്ടിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ യാത്രാ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഞാൻ ഇവിടെ രാമേശ്വരം, അതായത് അബ്ദുൽ കലാം മെമ്മോറിയലിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു കാടാണ്. ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ല വെയിലാണ്. ഇപ്പം നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് തണലുണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. സോ ഇവിടെ നിന്നും ഈ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.